ആരെങ്കിലും നിങ്ങളെ ദ ജോക്കർ ഇൻ ദ പാക്ക് എന്ന് വിശേഷിപ്പിച്ചാൽ നിങ്ങൾ എന്തു മനസ്സിലാക്കും? നിങ്ങളെ കൂട്ടത്തിലെ കോമാളി എന്ന് വിളിച്ചുവെന്നോ? എന്നാൽ ആ ധാരണ തെറ്റാണ്. ധാരാളം മലയാളികൾ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള, എന്തിന് തെറ്റായി പോലും ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണിത്, ദ ജോക്കർ ഇൻ ദ പാക്ക്. ഒരു സംഭവത്തിലൂടെ ഇതിൻ്റെ അർത്ഥം വിശദീകരിക്കാം. റോബിൻ സിംഗ് എന്ന ക്രിക്കറ്ററെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. 90കളിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന റോബിൻ സിംഗ് ഒരു ഓൾറൗണ്ടറായിരുന്നു. അദ്ദേഹം സാധാരണ 6-മതോ 7-മതോ ഒക്കെ ആയിട്ടാണ് ബാറ്റിങ്ങിന് ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിൽ വലിയ വ്യക്തിഗത പ്രകടനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നില്ല. എന്നാൽ 1999 നിർണായകമായൊരു ഫൈനൽ മത്സരത്തിൽ ഓപ്പണറായിരുന്ന സച്ചിൻ്റെ വിക്കറ്റ് വീണ ഉടനെ ഗാംഗുലിക്കൊപ്പം ബാറ്റ് വീശാൻ ടീം മാനേജ്മെൻറ്റ് മൂന്നാമനായ റോബിൻ സിംഗിനെ ക്രീസിലേക്ക് അയച്ചു. സകലരെയും ഞെട്ടിച്ചൊരു തീരുമാനമായിരുന്നു അത്. പ്രതാപികളായിരുന്ന പല മുൻനിര ബാറ്റ്സ്മാൻമാരെയും മറികടന്നായിരുന്നു അത് എന്നോർക്കണം. എന്നാൽ 82 റൺസ് അടിച്ച റോബിൻ സിംഗിൻ്റെ അത്യുജ്വല ഇന്നിങ്സിൻ്റെ കൂടി പിൻബലത്തിൽ ഇന്ത്യ അന്ന് പാകിസ്ഥാനെതിരെ 315 റൺസ് എന്ന അക്കാലത്തെ അസാധ്യ വിജയലക്ഷ്യം പിന്തുടർന്ന് വിജയിച്ചു. അന്ന് ചില മാധ്യമങ്ങൾ എഴുതി, റോബിൻ ഈസ് ദ ജോക്കർ ഇൻ ദ പാക്ക്. ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണും. അതായത്, അപ്രതീക്ഷിതമായൊരു രീതിയിൽ അപ്രവചനീയമാം വണ്ണം ഒരു സാഹചര്യത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളയാൾ എന്നാണ് ദ ജോക്കർ ഇൻ ദ പാക്ക് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം. റോബിൻ സിംഗ് സത്യത്തിൽ അത്തരത്തിലൊരാളായിരുന്നു. ഇങ്ങനെയൊരു പ്രയോഗം ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായത് തന്നെ കാർഡ് ഗെയിം അഥവാ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കലെങ്കിലും ചീട്ട് കളിച്ചിട്ടുള്ളവർക്കറിയാം കാർഡ് കളിയിൽ ജോക്കറിൻ്റെ പങ്ക്. കളിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജോക്കറിൻ്റെ റോൾ മാറും. സാധാരണ 52 കാർഡുള്ള ഒരു പാക്കിൽ ഇത് ഒരു പ്രത്യേക കാർഡാണ്. റമ്മി പോലുള്ള ചില കളികളിൽ വൈൽഡ് കാർഡായും ഉപയോഗിക്കപ്പെടുന്ന ജോക്കറിന് മറ്റേതൊരു കാർഡിനും പകരമാകാൻ കഴിയും. മറ്റ് ചില കളികളിൽ ഏറ്റവും ശക്തമായ ട്രംപ് കാർഡായി ഇത് ഉപയോഗിക്കും. അധിക പോയിന്റും അധിക ടേണും ലഭിക്കും വിധം ജോക്കർ ഒരു ബോണസ് കാർഡായും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ബ്രിഡ്ജ് പോലെയുള്ള കളികളിൽ ജോക്കർ പാക്കിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഈ രീതിയിൽ ജോക്കർ അപ്രതീക്ഷിതമായൊരു കാർഡായാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഉപയോഗിക്കപ്പെട്ടാൽ അതിശക്തമായ ഒന്ന് തന്നെ. ഇത്തരമൊരു അർത്ഥത്തിൽ നിന്നാണ് ദ ജോക്കർ ഇൻ ദ പാക്ക് എന്ന പ്രയോഗമുണ്ടായത്. അപ്പോൾ മറക്കണ്ട, ദ ജോക്കർ ഇൻ ദ പാക്ക് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ അപ്രവചനീയമാം വണ്ണം അതിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളയാൾ എന്ന് തന്നെ.